Death is an inevitable thing and no one can spare from it. Here we are discussing such a topic, Buffalo's Bill by E. E. Cummings. E. E. Cummings is a famous American poet and painter. The poem Buffalo Bills by E. E. Cummings was published in The Dial in 1920. ഈ ഒരു കവിത നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കവിതയുടെ പേര് ബഫലോ ബിൽസ് എന്നാണ്. ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ ഇ ഇ ക്യുമിങ്സ്. ഇ ഇ ക്യുമിങ്സ് പ്രശസ്തനായ അമേരിക്കൻ പോയറ്റ് ആണ്, പെയിന്റർ ആണ്. അദ്ദേഹത്തിന്റെ ബഫലോസ് ബിൽ എന്ന കവിതയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ലെജൻഡറി ബഫലോ ബിൽ ഓർ വില്യം കാൻഡി. വില്യം കാൻഡി അല്ലെങ്കിൽ ബഫലോ ബിൽ എന്നറിയപ്പെടുന്ന വില്യം കാൻഡിയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഷൂട്ടറാണ് അദ്ദേഹം, അതേപോലെ സ്കൗട്ട് ആയിരുന്നു, അതേപോലെ തന്നെ ഹണ്ടർ ആണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം എഴുതിയ ഒരു കവിതയാണ് ബഫലോ ബിൽ. ആൻഡ് ദ പോം റിവീൽസ് ദാറ്റ് ലൈഫ് ഹാസ് നോ എസ്കേപ്പ്, ദാറ്റ് ഈസ് എവരിവൺ ഹാസ് ടു ടേസ്റ്റ് ഡെത്ത്. എത്ര വലിയ ഹീറോ ആയാലും ലോകം വർപ്പിച്ച ആളായാൽ തന്നെയും മരണം എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന ഒരു തത്വമാണ് ഈ കവിതയിലൂടെ വെളിപ്പെടുത്തുന്നത്. The poem is a tribute to the hero Buffalo Bill or William Candy, a famous American hunter, soldier and showman. വളരെ പ്രശസ്തനായ ഒരു ഹണ്ടർ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു സ്കൗട്ട് ആണ്, അതേപോലെ തന്നെ ഒരു പോരാളിയാണ്, സോൾജിയർ ആണ്. And he often used to kill brown colored buffaloes. ബഫലോസിനെ കൊല്ലുന്ന, ആൻഡ് ദാറ്റ് ആനിമൽ ബിക്കം ആൻ എക്സ്റ്റിങ്ക്ട് ആനിമൽ, ഒരു എക്സ്റ്റിങ്ക്ട് ആനിമൽ, വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗമാണ് ഈ ഗ്രേ കളേർഡ് ബഫലോ അല്ലെങ്കിൽ ബ്രൗൺ കളേർഡ് ബഫലോ. ആ ബഫലോയെ കൊന്നിരുന്ന ഒരു വ്യക്തിയാണ് വില്യം കാൻഡി അല്ലെങ്കിൽ ബഫലോ ബിൽ. ഈ ബഫലോ ബിൽ എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ അങ്ങനെ ആ ബഫലോസിനെ കൊന്നതുകൊണ്ടാണ്. സോ അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഈ കവിത എഴുതുന്നത്. പക്ഷേ ഇതിന്റെ അവസാനം വരുമ്പോൾ നമുക്ക് ഒരു സെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. കാരണം ആദ്യമൊക്കെ കുറെ പ്രശംസിച്ച് എഴുതുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ആ ഒരു മരണം എന്നത് എല്ലാവരെയും തുല്യമായി കാണുന്ന ഒന്നാണ് എന്ന ആ ഒരു സ്ഥലത്ത് നമുക്ക് ആ ഒരു ഐറണി അല്ലെങ്കിൽ സറ്റയർ കാണാൻ സാധിക്കും. വില്യം കാൻഡി ഗേവ് ഡെത്ത് ടു മെനി ആനിമൽസ് ബട്ട് കനോട്ട് സ്പെയർ ഫ്രം ഡെത്ത്. വില്യം കാൻഡിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് ആനിമൽസിനെ കൊന്നൊടുക്കിയിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല. Candy later became an actor and stereotyped hero of hundreds of novels and also became the cowboy symbolizing the Wild West. കൗബോയ് അല്ലെങ്കിൽ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹം കൗബോയ് ഓഫ് ദ വൈൽഡ് വെസ്റ്റ് എന്നൊക്കെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം പിന്നീട് ഒരുപാട് നോവലുകളിലും അതേപോലെ തന്നെ ഒരു ആക്ടറായിട്ട് മാറി, അങ്ങനെ ഒരുപാട് നോവലുകളിലെ കഥാപാത്രമായിട്ടൊക്കെ മാറിയ ഒരു വ്യക്തിയാണ് വില്യം കാൻഡി. ആൻഡ് ഹി വാസ് പോപ്പുലർ ഫോർ ഹിസ് ബ്ലൂ ഐ. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സുന്ദരനാണ് അദ്ദേഹം, അതേപോലെ തന്നെ നീലക്കണ്ണുകളുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അത്രയ്ക്ക് മനോഹരനായ സുന്ദരനായ ഒരു ലെജൻഡറി ഹീറോ ആണ്. ഓക്കെ, then we can move on to the poem Buffalo Bills by E. E. Cummings. Buffalo Bill is defunct. Defunct means died. Buffalo Bill marichu. Who used to ride a water smooth silver stallion. Who used to means frequently, പതിവായിട്ട്. റൈഡ് ഓൺ, അദ്ദേഹം യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ഏതിന്റെ മുകളിലാണ്? എ വാട്ടർ സ്മൂത്ത് സിൽവർ സ്റ്റാലിയൻ. വാട്ടർ സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡി എന്നാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് പോലെ വേഗതയുള്ള, അത്രത്തോളം സ്പീഡുള്ള ഒരു സിൽവർ സ്റ്റാലിയൻ. സ്റ്റാലിയൻ മീൻസ് ഹോസ്, കുതിര. വളരെ വേഗതയേറിയ ഒരു വെള്ള കുതിരയുടെ മേൽ യാത്ര ചെയ്യാറുണ്ടായിരുന്നു അദ്ദേഹം. ആൻഡ് ബ്രേക്ക് 1 2 3 4 5 pigeons ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ആൻഡ് ബ്രേക്ക് മീൻസ് കിൽ, കൊല്ലാറുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ഹീസ് എ ഷൂട്ടർ, അദ്ദേഹം ഒരു ഷൂട്ടറാണ്, ഹണ്ടർ ആണ്. സോ ഹി ബ്രേക്ക് 1 2 3 4 5 pigeons just like that.
1 2 3 4 5, അതായത് ആ സ്പീഡിൽ അദ്ദേഹം കടന്ന് വെടിവെച്ച് ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ വീഴ്ത്തുന്ന ആളായിരുന്നു. അത്രത്തോളം ഷാർപ്പ് ഷൂട്ടർ ആയിരുന്നു അദ്ദേഹം, ഒരു ഹണ്ടർ ആയിരുന്നു. 1 2 3 4 5 പീജിയൻസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അത്രത്തോളം വേഗതയിൽ ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ കൊന്നൊടുക്കുന്ന ആളായിരുന്നു. വി ഹാവ് ഓൾറെഡി സെഡ് ദാറ്റ് ഹി ഈസ് നോൺ ആസ് ബഫലോ ബിൽ. William Candy is known as Buffalo Bill because he often used to kill the brown colored buffaloes in America. അമേരിക്കയിലെ ബ്രൗൺ കളേർഡ് ബഫലോസിനെ കൊന്നൊടുക്കുന്ന ആളായിരുന്നു ഈ വില്യം കാൻഡി അല്ലെങ്കിൽ ബഫലോ ബിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബഫലോ ബിൽ എന്നറിയപ്പെടുന്നത്. സോ ജീസസ്, പിന്നീട് പറയുന്നു ജീസസ് ഹി വാസ് എ ഹാൻസം മാൻ. ഹി വാസ് എ ഹാൻസം മാൻ, വളരെ സുന്ദരനായിരുന്നു. ആൻഡ് വാട്ട് ഈസ് വാണ്ട് ടു നോ ഈസ് ഹൗ ഡു യു ലൈക്ക് യുവർ ബ്ലൂ ഐഡ് ബോയ്. ബ്ലൂ ഐഡ് ബോയ്, ഇവിടെ ബ്ലൂ ഐഡ് ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലക്കണ്ണുള്ള ആ ചെക്കൻ, ആ സുന്ദരൻ, ആ നീലക്കണ്ണുള്ള സുന്ദരൻ എന്ന് പറയുന്നത് ഇവിടെ വില്യം കാൻഡിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹി ഈസ് നോട്ടഡ് ഫോർ ഹിസ് ബ്ലൂ ഐസ്. ആ ബ്ലൂ കളേർഡ് ഐസ് ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രത്യേകത. അദ്ദേഹത്തെ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് അറിയേണ്ടത്. കാരണം എന്താണ്? മിസ്റ്റർ ഡെത്ത്. കാരണം he is such a brave man and he is a shooter or he is a hunter. അങ്ങനെ അനേകായിരം പക്ഷികളെയും ആനിമൽസിനെയും ഒക്കെ കൊന്നൊടുക്കിയ അദ്ദേഹത്തെ മരണം എങ്ങനെ സമീപിച്ചു എന്ന് എനിക്കറിയില്ല. ആ ഒരു അതിശയമാണ്, അല്ലെങ്കിൽ ആ ഒരു റെട്ടറിക് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറയുന്നത്. മിസ്റ്റർ ഡെത്ത്, ഹിയർ വി ക്യാൻ സീ പേഴ്സോണിഫിക്കേഷൻ. ഡെത്ത് ഈസ് പേഴ്സോണിഫൈഡ് ഹിയർ. ഒരു മനുഷ്യനെ പോലെ മരണത്തെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. സോ ഹിയർ വി ക്യാൻ സീ പേഴ്സോണിഫിക്കേഷൻ. Personification means the attribution of human qualities to inanimate objects or abstract ideas. ജീവനില്ലാത്ത വസ്തുക്കൾക്കോ അല്ലെങ്കിൽ എന്താണ് ആബ്സ്ട്രാക്ട് ഐഡിയ മീൻസ് അദൃശ്യമായിട്ടുള്ള ആശയങ്ങൾക്കോ കോൺസെപ്റ്റുകൾക്കോ ഒക്കെ മനുഷ്യന്റെ ഗുണഗണങ്ങൾ കൊടുക്കുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്നറിയപ്പെടുന്നത്. ഇവിടെ മിസ്റ്റർ ഡെത്ത്, അതായത് മരണത്തെ ഒരു വ്യക്തിയെ പോലെയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഹിയർ വി ക്യാൻ സീ ടു മേജർ തീംസ്. ഈ കവിതയിൽ നമുക്ക് പ്രധാനമായിട്ട് 2 തീംസ് ആണ് കാണാൻ കഴിയുന്നത്. ദ റെക്ലെസ് കില്ലിംഗ് ഓർ ഡെത്ത്. എന്താണ് ഹണ്ടർ എന്ന നിലയിൽ ഒരുപാട് പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കൊന്നൊടുക്കുന്നത് കാണാൻ സാധിക്കും. ആൻഡ് ഫെയിം, പ്രശസ്തി കാണാൻ സാധിക്കും. പ്രശസ്തി ഇവിടെ ദ ഫെയിം ഓഫ് വില്യം കാൻഡി. വില്യം കാൻഡിയുടെ ആ പ്രശസ്തി കാണാൻ സാധിക്കും. പക്ഷേ തോമസ് ഗ്രേ പറഞ്ഞതുപോലെ ദ പാത്ത് ഓഫ് ഗ്ലോറി ലീഡ്സ് ബട്ട് ടു ദ ഗ്രേവ്. ശവക്കുഴിയോളം മാത്രമേ നമ്മുടെ ഈ ഒരു പാത്ത് ഓഫ് ഗ്ലോറി, ആ മഹത്വത്തിന്റെ വഴി അവിടെ വരെ ഉള്ളൂ. അതായത് മഹത്വത്തിന്റെ വഴി ശവക്കുഴിയോളം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ശവക്കുഴിയോട് കൂടി നമ്മുടെ മഹത്വം അവസാനിക്കുകയാണ്. അതായത് മരണത്തോടു കൂടി നമ്മൾ ഒന്നുമല്ലാതെ ആവുകയാണ്. ആ ഒരു പ്രശസ്തി നശിക്കുകയാണ്. In this poem, we can see literary devices. The first one is assonance. Assonance is the repetition of vowel sounds in a same line. Example, how do you like your blue-eyed boy? Here, do you, whose sound is repeating. Next one, alliteration. Alliteration is the repetition of consonant sounds. Example, and what I want to know is what I want. Wo sound, W, wo sound is repeating in the line. Next one is enjambment. Enjambment is the continuation of the line without break. Break illade continue ആയിട്ട് പോകുന്നതിനെയാണ് enjambment എന്നറിയപ്പെടുന്നത്. Then next one is personification. Here, death is personified in the poem. Personification means attributing human qualities to inanimate objects or abstract ideas. These are the main points. Hope you enjoyed it. Thank you.